ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് സൗദി അറേബ്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ യുണീക്ക് ആൻഡ് ലക്ഷറിയസ് ഐലൻഡിലൊന്നായ ഷെബാറ ഐലൻഡിലാണ്. എൻ്റെ മുന്നേ ഉള്ള ചെറിയ ചെറിയ ഷോർട്സും വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഞാൻ ഈ കാണിക്കുന്ന ഐലൻഡിൽ ഞങ്ങൾ മുന്നേ പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുട്ടേജസ് ഒക്കെ എത്ര എഡിറ്റ് ചെയ്തിട്ടും എനിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച എന്തായാലും ഇന്ന് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന്. കാരണം ഇത് ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐലൻഡിലൊന്നാണ്. ഇപ്പോൾ 2025 ഒരുപാട് പേരുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരുപാട് പേര് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 2025 ടൈംസ് റെക്കോർഡ് പ്രകാരം ഒരുപാട് പേരുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഡ്രീം ഡെസ്റ്റിനേഷനായ ഷെബാറ ഐലൻഡ് ഗ്രേറ്റസ്റ്റ് പ്ലേസിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ക്യാപ്സ്യൂൾ ഷേപ്പിലുള്ള 73 വില്ലാസ് ആണ് ഈ ഐലൻഡിലുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ട്രക്ചറാണ് ഈ എല്ലാ വില്ലാസിലും ഉള്ളത്. അതുപോലെ തന്നെ ഓൾ വാട്ടർ വില്ലാസും ബീച്ച് വില്ലാസും ഇവിടെ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്കുണ്ടായ ഒരു ബെനഫിറ്റിലൊന്നാണ് ഇവിടുത്തെ കോംപ്ലിമെൻ്ററി സ്റ്റേ. ഏകദേശം 11,000 റിയാലാണ് നമുക്കിവിടെ 1 ഡേ സ്റ്റേ ചെയ്യാനാകുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 2,50,000 രൂപ 1 ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇവിടെ ഉള്ള എല്ലാ ഐറ്റംസും ബ്രാൻഡഡ് ആൻഡ് ക്ലാസിക് ഐറ്റംസ് ആണ്. എല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളുമാണ്. കുഞ്ഞുള്ളത് കൊണ്ട് സേഫർ സൈഡ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ബീച്ച് വില്ലയാണ് തിരഞ്ഞെടുത്തത്. ഇതാണ് നമ്മുടെ പൂൾ. അതുപോലെ തന്നെ അപ്പുറത്ത് ബീച്ചും ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കണ്ടീഷണർ ആയിക്കോട്ടെ, ഷാമ്പു ആയിക്കോട്ടെ, ബോഡി വാഷ് ആയിക്കോട്ടെ, എല്ലാം നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഇത് ടോയ്ലറ്റ് എല്ലാം ഒരു എസ്തെറ്റിക് വൈബാണ് കേട്ടോ. ഞങ്ങൾ വന്നത് ഈവനിങ് ടൈമിലാണ്. ഇക്കാക്ക് അർജൻറ്റായിട്ട് ഓഫീസിൽ പോകേണ്ടതുകൊണ്ട് ഞങ്ങളെ ഇവിടെ ആക്കി ഇക്ക ഓഫീസിൽ പോയി. പിന്നെ വരുന്നത് ഒത്തിരി ലേറ്റ് ആയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കും എക്കും യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ നവംബർ ഓർ ഡിസംബറിലാന്ന് തോന്നുന്നു ഇവിടെ പോയത്. ആ ടൈമിൽ എക്കി ഭയങ്കര അറ്റൻഷൻ സീക്കറാണ് കേട്ടോ. നമ്മളുടെ ശ്രദ്ധ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് കാലുവേദനയൊക്കെ വരും. നമ്മളുടെ ഈ വില്ലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിവിടെ നിന്നാൽ നല്ല സൺസെറ്റ് കാണാം. അങ്ങനെ നമുക്കിവിടെ നല്ല ക്വാളിറ്റി ഉള്ള എക്സോട്ടിക് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും. അതൊക്കെ ഞാനും എക്കിക്കുട്ടനും അകത്താക്കി കേട്ടോ. കുറേ നേരം പുറത്തോട്ട് നോക്കിയിരുന്നു. എന്ത് ഭംഗിയാണെന്നറിയാവോ സൺസെറ്റ് കാണാൻ. അല്ലേലും നമുക്ക് ഈ മടുക്കാത്ത കാഴ്ചയിലൊന്ന് ഈ സൺസെറ്റ് ഒക്കെയാണ് അല്ലേ ഗൈസ്. അങ്ങനെ നേരമൊക്കെ ഇരുട്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ കൺട്രോൾ പാനലിൽ നമുക്കെല്ലാം കൺട്രോൾ ചെയ്യാം. ഡോർസ് ഓപ്പൺ ക്ലോസ്ഡ്, കർട്ടൻ ഓപ്പൺ ക്ലോസ്, അങ്ങനെയൊക്കെ എല്ലാ ലൈറ്റ് സെറ്റിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നല്ല വാം ലൈറ്റായിരുന്നു ബെഡ്റൂമൊക്കെ. അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ലൈറ്റ്സൊക്കെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കൺട്രോൾ പാനലുണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മിസ്റ്റർ ഹസ്ബൻഡ് എത്തി ഗൈസ്. ഹൗ ഇസ് ദ റൂം? You know, and it's luxury, buddy. Luxury. ഇക്കിറോ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് റെസ്റ്റോറന്റ്. ഹരിയമാരി എന്ന് പറഞ്ഞാൽ അടുത്ത ഇക്കിറോ ഭാഗ്യ ബീഫ് ട്രൈ ചെയ്യാം. അങ്ങനെ ഒരുപാട് നേരത്തെ ആലോചനകൾക്ക് ശേഷം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ആ ക്ഷീണത്തിനൊരു കോഫിയും ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് വന്നു. ഇക്ക ഇവിടുത്തെ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഗസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര VIP ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഗൈസ്.
അങ്ങനെ ദേ ഫുഡ് എത്തി. ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ചിക്കൻ ടിക്ക, പിന്നെ ഇതെന്തോ ഒരു സാലഡാണ് കേട്ടോ, വാട്ടർമെലൺ സാലഡ്, പിന്നെ ഇത് ബിരിയാണി, പിന്നെ ഒരു വാഗ്യു ബീഫ് ബർഗർ ഓർഡർ ചെയ്തു, പിന്നെ എന്തോ സാൻഡ്വിച്ച് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഫുഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റി ഫുഡായിരുന്നു, നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡായിരുന്നു. എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയാണ് ഫുഡിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിലും കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ടേസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ക്വാളിറ്റി. കുഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ക്ലാപ്പ് ചെയ്യുകയൊക്കെ ചെയ്യത്തുള്ളൂ. അവനത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അവൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു, ഞങ്ങളും നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദിവസം ഇവിടെ എൻഡ് ചെയ്യാണ് ഗൈസ്. ഒരുപാട് സന്തോഷമുണ്ട്, നല്ലൊരു ബ്രേക്കായിരുന്നു. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു യാത്രയായിരുന്നു. നിങ്ങളും ഇത് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. യൂട്യൂബ് തുടങ്ങി ഇതുവരെയുള്ള എല്ലാ യാത്രകളിലും നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനിയുള്ള എല്ലാ യാത്രകളിലും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.